ശ്രീ എം കെ ഹരിദാസ് വിവരാവകാശ പ്രവർത്തകൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സാധനം മുംബൈയിലെ ഈ വലിയൊരു അപകടമാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിനും മറ്റു സംസ്ഥാനങ്ങൾക്കും ഒക്കെ മുന്നറിയിപ്പാകേണ്ടതാണ്. കാരണം ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗതാഗത നിയമങ്ങളിൽ ഇത് ഉൾപ്പെടുത്തുകയും വേണം. റോഡുകളുടെ സുരക്ഷ ഇത്തരത്തിൽ ഉറപ്പാക്കുകയും വേണം. അത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ കൂടിയല്ലേ ഇത്തരം അപകടങ്ങൾ? അതെ, രഞ്ജിത്ത് പറഞ്ഞത് 100% ശരിയാണ്. വലിയൊരു മുന്നറിയിപ്പാണ് ഈ 14 പേരുടെ മരണം. 14 പേരുടെ മരണത്തിൽ നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ തരമുള്ളൂ. കാരണം കൂടുതൽ പേരുടെ നില ഗുരുതരമാണെന്നാണ് നിങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് പൂർണ്ണമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്ന ബോർഡുകൾ പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നത്. അതിന്റെ ദുരന്ത ദൂഷിതമായൊരു ഫലമാണ് നമ്മളിപ്പോ ഈ ബോംബെയിലത്തെ ഈ അപകടത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ് എന്ന് വേണം പറയാൻ. കാലാവധി കഴിഞ്ഞിട്ടുള്ള ഈ വലിയ വലിയ ഹോർഡിങ്സ് സ്ഥാപിക്കുന്ന പോസ്റ്റുകൾ, അതിന്റെ കാലുകൾ മാറ്റാനൊന്നുമുള്ള യാതൊരുവിധ നടപടിയും, ആരാണ് ഈ സുരക്ഷയൊക്കെ നോക്കേണ്ടത്? കാലുകൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും അടിയിൽ. മുകളിലേക്ക് കാണുന്ന സമയത്ത് ഇതെല്ലാം വളരെയധികം നമ്മൾ പറയില്ല, തുരുമ്പൊന്നും പിടിക്കാതെ അത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന് തോന്നിയാലും അടിഭാഗമൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഇത്തരം ബോർഡുകൾ പല സമയത്തും ഉണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങൾ നിസ്സാരമല്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റോഡ് വികസനത്തിന് അനുസൃതമായിട്ടുള്ള ഒരു യാത്ര നമ്മൾ ഈ ഇപ്പോഴത്തെ 4 വരി 6 വരി പാതകളിലൂടെയൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുമ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങേയറ്റം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഈ ബോർഡുകളൊക്കെ വീണ്, കാരണം അവിടെയൊക്കെ ഹബ്ബുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ചെറിയ ചെറിയ ചേരികളുണ്ട്. ഇതൊക്കെ കൂടി വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള നമുക്കറിയാം, കൃത്യമായ മാനദണ്ഡത്തിൽ 1 അടി വ്യാസമുള്ള പൈപ്പുകളാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാനായിട്ടുള്ള അവരുടെ പോസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നും അത് വളരെയധികം നമ്മൾ പറയില്ലേ പിശുക്കിയിട്ട് വെറും ഈ ഐ സെക്ഷൻ ഇട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ബോർഡുകളുടെ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത് എന്നുള്ളത് വലിയൊരു അപകടം വിളിച്ചു വരുത്താനുള്ള സാഹചര്യമാണ്. വിദേശ രാജ്യങ്ങളിലെ പൂർണ്ണമായ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പോലും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ, അത് പഞ്ചായത്തിലാവട്ടെ, കോർപ്പറേഷനിലാവട്ടെ, മുനിസിപ്പാലിറ്റിയിലാവട്ടെ, ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നിസ്സാരമായിട്ട് നമ്മുടെ നാട്ടിലെ ഏത് സ്ഥലത്തും സ്വകാര്യ വ്യക്തികൾ പോലും ഇന്ന് പണമുണ്ടാക്കുന്നത് അവരുടെ പറമ്പുകളും അവരുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളും അവരുടെ കെട്ടിടങ്ങളുടെ മുകൾ ഭാഗവും പോലും ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ നൽകിക്കൊണ്ടാണെന്നുള്ളത് നമ്മൾ വളരെയധികം നമ്മൾ പറയുന്നത് ഈ അപകടത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ വാണിംഗ് ആയി കണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെയൊക്കെ സുരക്ഷ പരിശോധിക്കേണ്ട അവസ്ഥയാണ്. ഇത് റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പിൽ തന്നെ പെടുത്തിക്കൊണ്ട് ഇത് റോഡ് സേഫ്റ്റി ആരാണോ നോക്കുന്നത് അത്തരത്തിലുള്ള ഇതിൽ പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരം ബോർഡുകളുടെ സുരക്ഷകൾ കൃത്യമായി പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഈ അപകടത്തിലൂടെ ഒരു മുന്നറിയിപ്പായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്ദി ശ്രീ എം കെ ഹരിദാസ്.